നമസ്കാരം. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാകുന്ന CPM നേതാവായി മാറുകയാണ് N വാസു. കുളനട പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് വാസുവെന്ന CPMകാരൻ. ഈ കേസിൽ 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇതിൽ 3 പേരും CPM ബന്ധമുള്ളവരാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയം അവ്യക്തമാണ്. എല്ലാ നേതാക്കളുമായും അടുപ്പമുണ്ട് പോറ്റിക്ക്. എന്നാൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു CPM തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും CPM ആണ്. പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ N വാസുവും പ്രതിയാകുന്നു. വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നത് വ്യക്തമല്ല. പക്ഷേ ഉന്നത ബന്ധമുള്ള CPMകാരനാണ് വാസു. 2018 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ. അന്ന് കമ്മീഷണറായിരുന്നു വാസു. സ്ത്രീ പ്രവേശന വിവാദത്തിൽ അടക്കം നിയമ നടപടികളിൽ മുന്നിൽ നിന്നത് വാസുവായിരുന്നു. സ്ത്രീ പ്രവേശന വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വാസുവിന്റെ ഇടപെടലിലൂടെയായിരുന്നു എന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു. സുപ്രീം കോടതിയിൽ കേസ് നടത്തിപ്പിൽ സർക്കാരിനായി യാത്ര ചെയ്തത് വാസുവായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നും അന്ന് വാസു നേരെ പോയത് AKG സെന്ററിലായിരുന്നു. അതെല്ലാം വലിയ ചർച്ചയായിരുന്നു. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു. ഈ AKG സെന്റർ കൂടിക്കാഴ്ച ഏറെ ചർച്ചയായിരുന്നു. സ്ത്രീ പ്രവേശന വിധിയിലെ ദേവസ്വം ബോർഡ് തീരുമാനങ്ങളിലെ വൈരുദ്ധ്യമടക്കം ചർച്ചയായി. CPM ബന്ധമുള്ള അഡ്വക്കേറ്റിലുള്ള സ്വാധീനമാണ് വാസുവിനെ AKG സെന്ററിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം പ്രിയങ്കരനായത്. ഈ വക്കീലിനും ശബരിമലയിലെ ഓരോ കാര്യവും അറിയാം. ഈ വക്കീലിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. സ്ത്രീ പ്രവേശന വിധിയെ ബോർഡ് അംഗീകരിക്കുമെന്ന സത്യവാങ്മൂലം വലിയ ചർച്ചയായി. അന്ന് നവോത്ഥാന വഴിയിൽ CPMനെയും പിണറായി വിജയനെയും കൊണ്ടുപോയത് വാസുവിന്റെ നിലപാടായിരുന്നു. വിധി നടപ്പാക്കാൻ സാവകാശം നേടാനുള്ള പത്മകുമാറിന്റെ നീക്കം പൊളിഞ്ഞത് വാസുവിന്റെ ഇടപെടൽ കാരണമായിരുന്നു. CPMന്റെ വനിതാ സംരക്ഷണ മതിലിലേക്ക് പോലും കാര്യങ്ങളെത്തി. 2 വട്ടം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായ CPMകാരനാണ് വാസു. 1977-ലും 88-ലും കുളനട പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നീട് വിജിലൻസ് ട്രിബ്യൂണലിൽ ജഡ്ജിയായി. മന്ത്രി PK ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് IASകാർക്ക് മാത്രം അവകാശമുള്ള ദേവസ്വം കമ്മീഷണറായത്. UDF സർക്കാർ വന്നപ്പോൾ വീണ്ടും IASകാരൻ ആ പദവിയിലെത്തി. പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും ദേവസ്വം കമ്മീഷണറായി വാസു. പിന്നീട് സർക്കാരിന്റെ വിശ്വസ്തൻ. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മുകളിലായിരുന്നു വാസു എന്നത് പകൽ പോലെ വ്യക്തമാണ്. വാസുവിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റിലായ പ്രതികളും. ഇതിൽ സുധീഷ് കുമാർ വാസുവിന്റെ PAയുമായി. അഴിമതി കേസിൽ കുടുങ്ങിയ ശേഷമായിരുന്നു ഈ നിയമനം. മെസ് തട്ടിപ്പിലെ വിജിലൻസ് അന്വേഷണം സുധീഷ് കുമാർ അട്ടിമറിച്ചതും വാസുവിന്റെ പിന്തുണയിലാണെന്ന വാദം ശക്തമാണ്. ഇതിനൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ വാസുവിനാണ് എത്തിയതെന്ന സ്ഥിരീകരണം ഉണ്ടായത്. ഈ ദ്വാരമാർഗ ശില്പത്തിന്റെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുമ്പോൾ വാസുവായിരുന്നു ദേവസ്വം ബോർഡിലെ പ്രധാനി. അന്ന് എല്ലാ എതിർപ്പും അവഗണിച്ച് സുധീഷിനെ PA ആക്കിയതും ഇപ്പോൾ വിവാദമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധമില്ലെന്ന് ഇപ്പോൾ വാസുവിന് പറയാനും കഴിയുന്നില്ല. യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതിയിൽ എത്തിക്കാൻ മുന്നിൽ നിന്നു. അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പോലും പലതും അറിഞ്ഞത് പത്രങ്ങളിലൂടെയായിരുന്നു. അങ്ങനെ ശബരിമല വിവാദക്കാലത്ത് സ്റ്റാറായ വാസു പത്മകുമാറിന് ശേഷം ദേവസ്വം പ്രസിഡന്റുമായി. കമ്മീഷണറും പ്രസിഡന്റുമാകുന്ന വ്യക്തി എന്ന അപൂർവതയും തേടിയെത്തി. പെട്ടെന്ന് കോവിഡ് എത്തി. അതുകൊണ്ട് വാസു പ്രസിഡന്റായ സമയത്ത് കാര്യമായൊന്നും ശബരിമലയിൽ നടന്നിരുന്നില്ല എന്നതാണ് വസ്തുത. പിന്നീട് വാസുവിന് കോവിഡ് ബാധിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലുമായി. അന്ന് വെന്റിലേറ്ററിൽ കിടന്ന വാസുവിനെ സർക്കാർ എല്ലാ അർത്ഥത്തിലും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിൽ നിരന്തര നിരീക്ഷണം സർക്കാർ നടത്തി. അങ്ങനെ വാസു അതിനെ അതിജീവിച്ചു. ഇപ്പോഴിതാ 3ാമത്തെ വിവാദം, അത് സ്വർണ്ണപ്പാളി കേസും. ശബരിമല ശ്രീകോവിലിലെ കട്ടളയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലെ 3ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും 2019 ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലായിരുന്നപ്പോഴും ശക്തമായ ഇടപെടൽ നടത്തിയതായാണ് ആരോപണം. ഈ കേസിലെ 5ാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറും 6ാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ്. എന്നാൽ 3ാം പ്രതിയായ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. കട്ടളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു 2019 മാർച്ച് 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് 3ാം പ്രതിയാക്കിയത്.
മാർച്ച് 31-ന് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തു. സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർദ്ദയയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 2019 ഡിസംബർ 9-ന് ഇമെയിൽ അയച്ചിരുന്നു. എ പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് എന്നാണ് പലരും വിചാരിച്ചത്. എന്നാൽ വാസുവായിരുന്നു പ്രസിഡന്റ് എന്ന് വെളിവായതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടി. പാളുകൾ അഴിച്ചുകൊണ്ടു പോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നുമായിരുന്നു ആദ്യ പ്രതികരണം. 2019-ലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ബാക്കിയുള്ള സ്വർണം ഉപയോഗിക്കാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത്. ശബരിമല ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെയും ദ്വാരപാലകരുടെയും സ്വർണ്ണപ്പാളി പൂർത്തിയാക്കിയ ശേഷം കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നും ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ആ സ്വർണം ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത്. 2019 ഡിസംബർ 17-ന് ദേവസ്വം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിലിന് മറുപടി അയക്കുകയും ചെയ്തു. വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിൽ ആവരണം ചെയ്ത് 1564 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചാണ്. 1999-ൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചത് പരമ്പരാഗത രീതിയാണ്. 2019-ൽ ദേവസ്വം മാനുവലിന്റെ ലംഘനമാണ് നടന്നത്. 2019-ലെ പ്ലേറ്റിംഗിന് ശേഷം തിരികെ നൽകിയ സ്വർണ്ണപ്പാളുകൾ ഉദ്യോഗസ്ഥർ തൂക്കി നോക്കിയില്ല. സ്വർണം ആവരണം ചെയ്ത സമയത്തെ തൂക്കവും പിന്നീട് കുറവ് വന്നത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അത്തരം അറിവുകൾ ഉണ്ടായിരുന്നിട്ടും വസ്തുക്കൾ വീണ്ടും സ്വർണ്ണാവരണം ചെയ്യാൻ ഏൽപ്പിച്ചെന്നതാണ് ശ്രദ്ധേയം. സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ ലഭിച്ചെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എൻ വാസു. ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെയും ദ്വാരപാലകരുടെയും സ്വർണ്ണപ്പാളി പൂർത്തിയാക്കിയ ശേഷം കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നും ഇത് മറ്റാവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടിയുള്ളതായിരുന്നു ഇമെയിൽ. കത്ത് താൻ നോട്ട് എഴുതി ദേവസ്വം കമ്മീഷണർക്ക് വിട്ടെന്നും പിന്നീട് കോവിഡ് കാലമായതിനാൽ എന്തായെന്ന് അറിയില്ലെന്നും എൻ വാസു പറഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ല. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത് തന്റെ കാലയളവിലല്ലെന്നും അതുകൊണ്ടാണ് വിഷയത്തിൽ അഭിപ്രായം പറയാനില്ലായിരുന്നു എന്നതും എൻ വാസു പറഞ്ഞിരുന്നു. സ്പോൺസർ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയമുള്ളത്. നിരവധി സ്പോൺസർമാർ ശബരിമലയിൽ ഉണ്ടാകാറുണ്ട്. അവരെ പറ്റി കൂടുതൽ അന്വേഷണം നടത്താൻ പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ള സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് ഇമെയിൽ അയച്ചുവെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു.